ഇയാൾ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി. പഠിച്ചിരുന്നപ്പോൾ സൗഹൃദത്തിന് വേണ്ടി മാത്രം നടന്നത്. അത് ഇവന് നേടിക്കൊടുത്തത് ഒരുപാട് സപ്ലിമെന്ററികൾ. കൂട്ടുകാരെല്ലാവരും പല വഴിയെ കരകയറിയപ്പോൾ ഇയാൾ ഒറ്റയ്ക്കായി. ആ ഒറ്റപ്പെടൽ ഇയാളെ വല്ലാതെ അലട്ടുന്നു. കുന്നോളം സപ്ലികൾ, അതിലേറെ, ഏതാണ്ടെല്ലാം മടുത്തതുപോലെ. ആരാ നിങ്ങൾ? ഞാനൊരു വഴിപോക്കനാ. നിങ്ങൾ എന്തിനിടെ വന്നു എന്നാ ചോദിച്ചത്? പുറത്താർക്കും പ്രവേശനമില്ലെന്ന ബോർഡൊന്നും കണ്ടില്ല, അതുകൊണ്ട് ചുമ്മാ കയറി. തമാശയാണോ? നിങ്ങളുടെ തമാശ ആസ്വദിക്കാനുള്ള മൂഡിലല്ല. നിങ്ങൾ പുറത്തേക്ക് പോകും, എനിക്ക് വേറെ പണിയില്ല. ഒന്ന് ക്ഷമിക്കാൻ എൻ്റെ സുഹൃത്തെ. അല്ല, നിങ്ങൾ ഷേവിങ്ങിനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. എന്താ, നിങ്ങൾ എന്നെ കളിയാക്കിയാണോ? എന്നെയൊന്ന് ചാകാനും വിടില്ല നിങ്ങൾ. നിങ്ങൾ എന്തിനാണ് ചൂടാകുന്നത്? നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കി, എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ കഴിയും. സുഹൃത്തെ, ചാകാൻ എളുപ്പമാണ്, പക്ഷേ അത് എല്ലാറ്റിനും പരിഹാരമല്ല. മരണം കൊണ്ട് ഇവിടെ ഒന്നും പരിഹരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ മരണാനന്തരം അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇവരുടെയൊക്കെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് ഈ വാക്കുകളൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് എന്നെ തിരുത്താൻ കഴിയില്ല. നിങ്ങളൊന്ന് ഇറങ്ങിപ്പോവോ? ഉള്ളിന്റെ ഉള്ളിൽ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ആ വാക്കുച്ചരിച്ചത്? നിങ്ങൾ മരിച്ചാൽ നാളെ ഇവിടെ സൂര്യൻ ഉദിക്കില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കരയുമെന്ന് കരുതുന്നുണ്ടോ? തെറ്റി സുഹൃത്തെ. നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തിന് പോലും നിങ്ങളോട് പുച്ഛമായിരിക്കും. ഞാൻ തോറ്റവനാണ്. അത് പരീക്ഷയിലല്ലേ, ജീവിതത്തിലല്ലല്ലോ. തോറ്റ പരീക്ഷാ പേപ്പറുകൾക്ക് വേണ്ടി നിങ്ങൾ കരയുമ്പോൾ എന്തുകൊണ്ട് ജയിച്ചതയെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുന്നില്ല? പിന്നെ എന്തിന് നിങ്ങൾ കഷ്ടപ്പെട്ടവ ജയിച്ചു? അതുകൂടി തോൽപ്പിച്ചിട്ട് ഒന്നിച്ച് മരിച്ചുകൂടായിരുന്നു? എത്രയോ അധ്വാനം കാണിക്കായിരുന്നില്ല. നിങ്ങൾ
നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വഴിപോക്കനാണെന്ന്. ഞാനേതായാലും പോയേക്കാം, പണി നടക്കട്ടെ. ആ ബ്ലേഡ് ഒന്ന് തരൂ. ഇതിന് മൂർച്ച പോരല്ലോ. ഇത് വെച്ചോളൂ.